ഹായ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഈദ് മുബാറക്. ലേറ്റായി എന്നറിയാം, എന്നാലും കുഴപ്പമില്ലയെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈദ് വ്ലോഗ് ഇന്നത്തെ വിശേഷങ്ങൾ മുഴുവനായിട്ടും 3 ദിവസത്തെ വീഡിയോ ഉണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. തലേന്ന് തന്നെ ഞാനെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തലേന്ന് രാത്രിയൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും ബിസി ആയിരുന്നു. ഷോപ്പ് ചെയ്യാനുണ്ടായിരുന്നു, വീട്ടിൽ ലാസ്റ്റ് നോമ്പിന് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുൾ തിരക്കിൽ ഞാൻ നാളത്തേക്കുള്ള കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിൻ്റെ അന്ന് രാവിലെ എണീച്ചപ്പോൾ എല്ലാം സിമ്പിളായി തോന്നാൻ വേണ്ടി ഞാൻ ഉള്ളിയൊക്കെ തൊളിച്ച് വെച്ചു, ചിക്കൻ മസാല പെരക്കി വെച്ചു, ബീഫൊക്കെ വാഷ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. അങ്ങനെ വേഗം തന്നെ രാവിലെ എണീറ്റു, എല്ലാം ദം ചെയ്തു. ബിരിയാണിക്കുള്ള എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞു. കാരണം ബിരിയാണി ഉച്ചക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ ഗസ്റ്റ് ഉണ്ട് നമുക്ക്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറും ഒരു ഫ്രണ്ടും വരുന്നുണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഒരു ബ്രദറും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാം വേഗം തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ദമ്മിടാനും എല്ലാത്തിനും ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യാനുള്ളതുകൊണ്ട് എല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞെന്ന് പറയാം. കാരണം വെള്ളിയാഴ്ചയും കൂടി ആയതുകൊണ്ട് തന്നെ ജുമയ്ക്കും പോകേണ്ടതുണ്ടായിരുന്നു. രാവിലെ പള്ളിയിൽ പോയി വന്ന് കുറച്ച് കടന്നതിന് ശേഷം എണീച്ചിട്ടാണ് ബിരിയാണീൻ്റെ പ്രിപ്പറേഷൻസിലെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. എല്ലായ്പ്പോഴും എന്തെങ്കിലും ഡെസേർട്ടും കൂടി പ്ലാൻ ചെയ്യലുണ്ടായിരുന്നു. ബട്ട് എനിക്ക് ഇത്തവണ അതിന് തീരെ ടൈം കിട്ടാത്തതുകൊണ്ട് ഡെസേർട്ട് സ്കിപ്പ് ചെയ്ത്. അല്ലെങ്കിൽ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അതിനും സമയം ഉണ്ടായിട്ടില്ല. എല്ലാം തിരക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ ബീഫ് ബിരിയാണി, ചിക്കൻ ഫ്രൈ അത് മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായത്. അപ്പോൾ ഹസ്ബൻഡ് ദം ചെയ്യുന്നത്, ഞാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ദം ചെയ്യാൻ. ദമ്മൊക്കെ ചെയ്ത് ഏകദേശം 10 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഗസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദമ്മൊക്കെ പൊട്ടിച്ച് വേഗം തന്നെ ഫുഡൊക്കെ സെർവ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഡ്രസ്സപ്പ് ചെയ്തിട്ടില്ല, ഹസ്ബൻഡും മോനും ഡ്രസ്സപ്പൊക്കെ ചെയ്ത് പള്ളിയിലൊക്കെ പോയി വന്ന് വീണ്ടും അവർ ഡ്രസ്സൊക്കെ മാറ്റിയതാണ്. എൻ്റെ ഡ്രസ്സ് ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് മാറ്റിയത്. ഇതായിരുന്നു ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ടായത്. ഞാൻ ഇതിൻ്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബട്ട് അതിൽ ഡ്രസ്സ് കാണിച്ചിട്ടില്ല. ഇതിൽ അതിൻ്റെ കൂടെ കുറച്ച് പെയർ ചെയ്യാൻ ഓർണമെൻറ്റ്സ് എൻ്റെ കയ്യിലുള്ളത് തന്നെ എടുത്തു. പിന്നെ നെയിൽസ് ഇന്നലെ പോയിട്ട് ഫേക്ക് നെയിൽസ് വാങ്ങിച്ചു, അതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഹറിബറിയായിരുന്നു. പെട്ടെന്ന് തന്നെ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. നോർമലി എല്ലാ ഇതിനും നമ്മൾ ഫ്രണ്ട്സ് ഫാമിലി പുറത്തുനിന്നാണ് മീറ്റ് ചെയ്യൽ. കാരണം ഓരോരാളെ റൂമിൽ പോയി മീറ്റ് ചെയ്യൽ ഭയങ്കര ഇടങ്ങാറാണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും കൂടി ഒരു മീറ്റിംഗ് പോയിന്റ് പറഞ്ഞ് അവിടെ പോയി എല്ലാവരും മീറ്റ് ചെയ്യൽ. ഇപ്രാവശ്യം നമ്മൾ പോയത് ക്രീക്ക് ദുബായിലേക്കാണ്. അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളും അവിടെ എത്തി. ഏകദേശം 20 to 30 മിനിറ്റ്സ് എടുത്തു നമ്മൾ ട്രാവൽ ചെയ്യാൻ. കാരണം ഇതായതുകൊണ്ട് കുറച്ച് ട്രാഫിക്കും ഉണ്ടായിരുന്നു. ക്രീക്ക് പോകുമ്പോൾ തന്നെ നല്ല രസമാണ്. കുറേ ഹൈറ്റിൽ ബിൽഡിങ് കാണാം. പിന്നെ റോഡൊക്കെ എപ്പോൾ ഡെക്കറേറ്റ് ചെയ്ത്, എക്സ്പെഷ്യലി റമദാനും കൂടെ ആയതുകൊണ്ട് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈറ്റിങ്ങൊക്കെ വെച്ചിട്ട്. പിന്നെ നമ്മളെല്ലാവരെയും കണ്ടു, ഫ്രണ്ട്സിനെയും ഫാമിലീനെയൊക്കെ കണ്ടു, എല്ലാവർക്കും ഗ്രീറ്റിങ്സൊക്കെ കൊടുത്തു. മക്കളെല്ലാം നല്ല എൻജോയ് ചെയ്തു. കാരണം അവർക്ക് അവരുടെ ഫ്രണ്ട്സിന് കിട്ടിയാലുള്ള സംസാരവും കളിയും ഒന്നും പറയണ്ട, അവരും നല്ലോണം എൻജോയ് ചെയ്തു. പിന്നെ നമ്മളെല്ലാവരും കൂടി കുറച്ച് നേരം അവിടെ ഗ്യാദർ ചെയ്തിരുന്നു, കുറച്ച് സംസാരിച്ചു, ഫോട്ടോസൊക്കെ എടുത്തു, എല്ലാവരും കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പ്ലാനിങ് എല്ലാം നാളത്തൊക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അന്ന് ഡിന്നർ പ്ലാനിങ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഉച്ചക്കത്തെ ബിരിയാണി തന്നെ കുറേ ദിവസം കൂടിയിട്ട് ലഞ്ചെല്ലാം കഴിച്ചുകൊണ്ടാന്ന് തോന്നുന്നു. ഭയങ്കര ഫില്ലായ പോലത്തെ ഫീലിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഒരു ഫാലൂദയിൽ ഒതുക്കാന്നുള്ളതിൽ 2 ഫാലൂദ വാങ്ങി അത് തന്നെ നമ്മൾ ഡിന്നർ ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നല്ല ടേസ്റ്റി ഫാലൂദ ആയിരുന്നുകൊണ്ട് വേറൊന്നും വേണ്ട. ഇനി ഇതിൻ്റെ സെക്കൻഡ് ഡേ ഉള്ള വിശേഷങ്ങളാണ്. ഞാനൊരു ബ്ലാക്ക് ഡ്രസ്സ് ഇതിനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു ഷർട്ട് മോഡൽ ഡ്രസ്സ്. അപ്പോൾ മോനെയൊക്കെ സെറ്റ് ചെയ്ത് അവർക്ക് ഇതിന് കിട്ടിയ ഗിഫ്റ്റൊക്കെ ആയിരുന്നു ഇത്. അതൊക്കെ കളിച്ച് നമ്മളൊരു ഔട്ടിങ് പ്ലാൻ ചെയ്താൽ പോയ ഒരു മിനി പിക്നിക്, പാർക്ക് പിക്നിക്കൊക്കെ പോലെ. രാവിലെ നല്ല മഴയുള്ള ദിവസമായിരുന്നു. മഴയൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഒരു ഈവനിങ് ഇറങ്ങിയത്. ലഞ്ചൊക്കെ വീട്ടിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്ത് കഴിച്ച് ഈവനിങ് ഇറങ്ങിയതാണ്. അങ്ങനെ ഇത് പാർക്കിംഗ് സ്ലോട്ടിലേക്ക് പോകുന്നതാണ്. കാർ എടുത്തിട്ട് വേണം, ഇനി ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം പാർക്കിലേക്ക് പോകാൻ. റൂമിന് നിയർ ബൈ ആയിട്ട് തന്നെയുള്ള സൂപ്പർ മാർക്കറ്റിലെ സാധനം വാങ്ങിക്കാൻ പോയത്. നൈറ്റിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ, ചിപ്സ്, ഹുബൂസ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങി. പിന്നെ അതിൻ്റെ കൂടെ ബ്രഷ് വീട്ടിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. മോൻക്ക് ജ്യൂസ് വേണം എന്നിട്ട് അങ്ങനെ ബോട്ടിൽ ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പർച്ചേസിങ് പാർട്ട്ണർ ഉള്ളതുകൊണ്ട് എനിക്ക് ഷോപ്പ് ചെയ്യുമ്പോൾ കുറേ ഉപകാരം, കുറേ ഹെൽപ്പിംഗ് ഉണ്ടാവും. അതുകൊണ്ട് നല്ലതാണ്. പിന്നെ അവിടെ നിന്ന് ഷോപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങി എന്തൊക്കെയോ കിസ്സ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതും കേട്ട് ഞാനിങ്ങനെ അവൻ്റെ കൂടെ നടക്കണം. എല്ലാവരും പാർക്കിലെത്തിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം തന്നെ അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്തത്. ഒരു പിക്നിക് പ്ലാനിങ് ആയതുകൊണ്ട് ഓരോരാൾക്കും ഓരോ സാധനം എടുത്ത് അവിടെ വന്ന് ഡിന്നർ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് കഴിക്കാമെന്നുള്ളതില്ല അങ്ങോട്ടേക്ക് പോയത്. നമ്മൾ ഈ 3 ഡേയ്സും പ്ലാൻ ചെയ്തത് മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി എല്ലാ ഡേയ്സും നമ്മൾ പാർക്കൊന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു.
നമ്മളെ ഫ്ലാറ്റിൽ നിന്നും ഏകദേശം ഒരു 20-30 മിനിറ്റ്സ് ഈ പാർക്കിലേക്ക് വരുന്നത്. ഒരു വില്ല ഏരിയൻ്റെ നടുക്കായിട്ടൊരു സെൻറ്റർ പോലെ ഒരു പാർക്കായിട്ട്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. എല്ലാവരും അതിന് മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങി എല്ലാവരെയും കാണാൻ വേണ്ടി വേഗം നമ്മൾ സാധനമൊക്കെ എടുത്ത് അങ്ങോട്ടേക്ക് നടക്കുമ്പോൾ, പിന്നെ പാർക്കായതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിന് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മോന് ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെയായിരിക്കും. എസ്പെഷ്യലി ഫ്രണ്ട്സിന് വേണ്ടി ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ട് അവൻ വന്നിട്ടുണ്ടായത്. കണ്ടപാടന്നെ വേഗം ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്യാനോ അവരുടെ കൂടെ കളിക്കാനോ. ഫ്രണ്ട്സിന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മക്കളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ, അവരുടെ കൂടെ അങ്ങ് എൻജോയ് ചെയ്ത് അവരുടെ കൂടെ തന്നെ ആയിരിക്കും. പിന്നെ നമ്മളൊന്നും തീരെ ഓർമ്മ തന്നെ ഉണ്ടാവില്ല. ഫുഡ് കഴിക്കണം, വാഷ്റൂം പോകണം, അങ്ങനെയൊന്നും ഒരു ചിന്തയും ഉണ്ടാവില്ല. അവർ പിന്നെ അതങ്ങ് മിങ്കിളായി അങ്ങ് പോകും. അപ്പോൾ എല്ലാവരും അവിടെ എത്തി. എല്ലാവരും ഫുഡിനുള്ള പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിയ ഉടനെ നല്ലൊരു ചായ കിട്ടി. ചായയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയും കുടിച്ച് അവിടെ നല്ല വ്യൂ, നല്ലൊരു ഏരിയ ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നടന്നു. അപ്പോഴാണ് അവിടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ എന്തോ പരിപാടി, കിഡ്സിന് പരിപാടി നടക്കുന്ന അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ഈവനിങ് ആയതുകൊണ്ട് നമ്മളവിടെ ചുറ്റിക്കറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ എൻജോയ് ചെയ്ത് നടന്നു. ഏകദേശം സൺസെറ്റ് ടൈം ആയിട്ടുണ്ടായിരുന്നു. നല്ല കാമായിട്ടുള്ളൊരു പാർക്കായിരുന്നു. കുട്ടികളുള്ള സ്ഥലം മാത്രം കുറച്ച് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല എൻജോയ് ചെയ്ത് ഫാമിലിക്ക് എൻ്റർടൈൻ ചെയ്ത് പോകാൻ പറ്റിയ പാർക്ക്. കിഡ്സിന് പ്ലേ ഏരിയ ഉണ്ട്, നമുക്ക് ഗ്രില്ലിംഗ് സ്പോട്ട്, ഡൈനിങ് ഏരിയ, ഫുള്ള് നടക്കാനും കാണാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു പാർക്ക്. അപ്പോൾ പിന്നെ നമ്മളൊരു ഫ്രണ്ട് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അവളെ ഹസ്ബൻഡ് നമ്മളെ കാണാനും വന്നിട്ടുണ്ടായിരുന്നു പെരുന്നാളായതുകൊണ്ട്. അങ്ങനെ അവരോടൊക്കെ കുറച്ച് നേരം ഫോണിൽ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് തന്നെ ഫുഡിനുള്ള പ്രിപ്പറേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു റാപ്പൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വിചാരിച്ചുകൊണ്ട് ചിക്കനൊക്കെ അതിനു വേണ്ടി കട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. മെയിൻ പ്ലാനിങ് ഫുഡടി പരിപാടി ആയതുകൊണ്ട് തന്നെ ഫുഡിൽ നമ്മൾ നല്ലോണം ഫോക്കസ് ചെയ്യും. അങ്ങനെ ഫുഡിൻ്റെ ഒക്കെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു സൈഡിൽ നിന്ന് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ടായിരുന്നു, ഒരു സൈഡിൽ നിന്ന് ബാക്കിയുള്ള പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് പാട്ട് കേട്ടതും കുട്ടികളെ ഒച്ചപ്പാടും എല്ലാം കേട്ട് നോക്കിയപ്പോൾ അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മറ്റേ ലബൂബു ഡോളില്ലേ, അതിൻ്റെ ഒരു ജയൻ വേർഷൻ ഉണ്ടായിരുന്നു. എൻ്റെ മോനക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ അവനെ കാണിക്കാൻ കൊണ്ടുപോയിട്ട് അവൻ കരഞ്ഞു തിരിഞ്ഞ് ഓടുകയാണ് ചെയ്തത്. നല്ല ഇൻട്രസ്റ്റിൽ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് അതിനെ കണ്ടപ്പോൾ അവൻ എൻ്റെ കൈയും വിട്ട് തിരിച്ചൊറ്റ ഓടൽ. പിന്നെ അവിടെ കുറേ എൻ്റർടൈൻമെൻറ്റ് പരിപാടി ഉണ്ടായിരുന്നു. സോങ്ങൊക്കെ വെച്ച് ബബിൾസും മാജിക് ഷോസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് നമുക്കൊരു ഫോട്ടോ ബൂത്ത് കണ്ടത്. നമ്മളെ ഫോട്ടോ അപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്ത് നമുക്ക് പ്രിൻ്റ് എടുത്ത് തരും. ഞാനും ഫാമിലി ഒരു ഫോട്ടോ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ പ്രിൻ്റ് ചെയ്ത് നല്ല രസത്തിൽ അവർ പ്രിൻ്റ് ചെയ്ത് തരുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ക്ലാരിറ്റി ഒന്നും കുറവാണ്, ബട്ട് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഫേസ് പെയിൻറ്റിങ് ഉണ്ടായിരുന്നു, ഹെയർ ബ്രൈഡിങ് ഉണ്ടായിരുന്നു, മാജിക്കൽ ഷോസ്, കിഡ്സ് ആക്ടിവിറ്റീസ്, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് നമ്മൾ ഈ ഫോട്ടോ ക്ലിക്ക് ചെയ്തു. നല്ലൊരു മൂമെൻ്റ് ആയിരുന്നു. കാരണം നമ്മൾ എക്സ്പെക്റ്റേ ചെയ്യുന്നില്ല, അന്നേരം തന്നെ നമുക്കത് പ്രിൻ്റ് ചെയ്ത് കയ്യിൽ തരുമെന്ന്. മോസ്റ്റ്ലി എല്ലാ പ്രോഗ്രാമിന് പോയാലും മെയിനായിട്ട് അവിടെ കാണാറുള്ളതാണ് ഈ ഒരു തനൂറ ഷോ. നല്ല പരിപാടിയാണ്. കാരണം ഈ ലൈറ്റിങ്ങും അവരെ സോങ്ങൊക്കെ വെച്ച് അവരിങ്ങനെ ഡാൻസ് ചെയ്യുന്നത് തന്നെ കണ്ടു നിൽക്കാൻ നല്ല രസമാണ്. എപ്പോഴും ഉണ്ടാവും, ഏത് പ്രോഗ്രാമിന് പോയാലും ഒരു തനൂറ ഷോ മസ്റ്റാണ്. അതിവിടെ എല്ലായിടത്തും ഉണ്ടാകുന്ന ഒരു ഷോ തന്നെയാണ്. പിന്നെ അവിടെ കണ്ടത് കാർട്ടൂൺ ക്യാരക്ടേഴ്സും ജയൻറ്റ് ബോക്സും. ഇതും എൻ്റെ മോൾക്ക് ഭയങ്കര പേടിയാണ്. എന്താണെന്നറിയില്ല, അവനക്ക് ഈ ജയൻ്റ് ഐറ്റംസൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. എനിക്കിതൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇൻട്രസ്റ്റ് ഇല്ല. അവനെ കൊണ്ടുപോകും, അവൻ കരയും, നമ്മൾ തിരിച്ചു വരും. എവിടെ പോയാലും ഇത് സ്ഥിരമാണ്. എന്ത് ഷോ കാണാൻ പോയാലും ജയൻറ്റ്സ് ഉണ്ടെങ്കിൽ അവൻ എന്തായാലും കരയും. അങ്ങനെ അതൊക്കെ കണ്ടു. അവിടെ നിന്ന് അങ്ങനെ നമ്മൾ ഫേസ് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ബ്രദറിൻ്റെ മോള് ഹെയർ ബ്രൈഡിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ
അപ്പോൾ അതമ്മ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഹെയർ കളർ ചൂസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ട് പിങ്ക് കളർ ചൂസ് ചെയ്ത് 2 സൈഡും ബ്രെയ്ഡ് ചെയ്തിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട് ഓടി വന്ന് എനിക്ക് കാണിച്ചരൊക്കെ ചെയ്തു. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമല്ലേ ഫേസ് പെയിൻറ്റിങ്. എൻ്റെ മോനിക്ക് സ്പൈഡർമാനാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ചെയ്യാനിരുന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ബാറ്റ്മാനാണ് വരുന്നത്. അവൻ്റെ ഫ്രണ്ട് സ്പൈഡർമാൻ ചൂസ് ചെയ്തുകൊണ്ട് അവനക്ക് സ്പൈഡർമാൻ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും വെയിറ്റ് ചെയ്യുന്നത് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും ഒരു 10 മിനിറ്റ്സ് കൊണ്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് ഇതൊക്കെയല്ലേ ഒരു രസം. അതുകൊണ്ട് ഇതിനൊക്കെ നമ്മൾ ക്യൂ നിന്നു. പിള്ളേരാരും ക്യൂ നിൽക്കില്ലല്ലോ. നമ്മൾ ക്യൂ നിന്ന് അങ്ങനെ അവരിതൊക്കെ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനിക്ക് ക്യാരക്ടേഴ്സൊന്നും അറിയില്ല. ബട്ട് ഇങ്ങനെ എല്ലാവരും പറഞ്ഞ് സ്പൈഡർമാൻ, ബാറ്റ്മാൻ, മാവൽസിൽ അങ്ങനെ കുറച്ചിങ്ങനെ അറിയാം. അതുമാത്രമേ ഉള്ളൂ. അല്ലാണ്ട് മെയിനായിട്ട് ക്യാരക്ടറിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. എന്നാലും അവൻ്റെ ഒരു ഇഷ്ടത്തിന് നമ്മൾ ആ സ്പൈഡർമാൻ തന്നെ ചൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മക്കളല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച് അതിൻ്റെ കളറൊക്കെ മങ്ങും. ഏകദേശം പിള്ളേരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ എത്തുമ്പോഴത്തേക്കിലും ഫുഡിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ റാപ്പെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം റോൾ ചെയ്ത് സെറ്റ് ചെയ്ത് നല്ല ടേസ്റ്റുള്ള ഒരു റാപ്പൊക്കെ ആയിരുന്നു. അന്നത്തെ ദിവസം ഏകദേശം ഒരു 12-1 മണി വരെ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തത്. എല്ലാവരും കൂടി ഗ്യാദർ ചെയ്യുമ്പോൾ നല്ല രസമല്ലേ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ റൂമിലേക്ക് റിട്ടേൺ ആയി. ഇനി പിന്നെ നാളത്തെ ഒന്നും പ്ലാൻ ചെയ്യാണ്ടായിരുന്നു എല്ലാം ഇറങ്ങിയത്. ബട്ട് രാവിലെ തന്നെ എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു, വേഗം റെഡി ആയിക്കോ, ഇറങ്ങിക്കോ, നമുക്കിന്ന് ലഞ്ച് കഴിച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും റെഡിയായി ദുബായിലേക്ക് തന്നെയാണ് പോയത്. നമ്മൾ ഇന്നലെ പോയത് ഷാർജയിലെ ഒരു പാർക്കിലായിരുന്നു. ഇന്ന് നമ്മൾ ദുബായിലേക്കാണ് പോയത്. അവിടെ ഒരു പാർക്കിൽ ഉച്ചക്കത്തെ ലഞ്ച് എല്ലാവരും കൂടി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. എൻ്റേത് പ്ലാനിങ് ഫ്ലോപ്പായിന്, ഞാനൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ബട്ട് എൻ്റെ ബ്രദറിൻ്റെ വൈഫും അവരെ സിസ്റ്ററിൻ്റെ എല്ലാവരും കൂടി ഫുഡൊക്കെ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മളെല്ലാവരും കൂടി അവിടെയുള്ളൊരു പാർക്കിൽ കൂടി അന്ന് ലഞ്ച് അവിടെ നിന്നായിരുന്നു കഴിച്ചത്. പണ്ടൊക്കെ ദുബായ് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കൽ ഡ്രൈ ആയിട്ടുള്ള ലാൻഡായിരിക്കുന്നു. ബട്ട് ഇവിടെ വന്ന് ഇവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ മനസ്സിലായത് നാട്ടിലെക്കാട്ടിയും കൂടുതൽ ഗ്രീനറി ഇവിടെ ഉണ്ടെന്ന്. കാരണം ഇവിടുത്തെ പാർക്കൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കാംനെസ് തോന്നും. കാരണം എല്ലാം നല്ല അറേഞ്ച് ചെയ്ത് ഫ്ലവേഴ്സും ഗാർഡൻസും ഗ്രീനറിയും നല്ല ഭംഗിയിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായി. നമ്മളെ നാട്ടിലെ പാർക്കിലെല്ലാം പോയാൽ അവിടെ ഒന്നും ഇതൊന്നും കാണാനേ പറ്റുന്നില്ല. നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മളതിന് പറ്റിയ ക്ലൈമറ്റും കാര്യങ്ങളും. ബട്ട് ഇവിടെ നല്ല ഭംഗി എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ഇറിഗേഷൻ വാട്ടറിങ് പൈപ്പെല്ലാം കൊടുത്ത് നല്ല ഭംഗിയിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ ആരും ഇവിടെ ലോസൊക്കെ സ്ട്രോങ് ആയതുകൊണ്ട് ചെടിയൊന്നും പൊട്ടിക്കാനും പറിക്കാനൊന്നും നിൽക്കില്ല. അതുകൊണ്ടാണ് തോന്നുന്നു അത്രയും ഭംഗി തന്നെ നിൽക്കുന്നത്. പിന്നെ എല്ലാവരും എത്തി. നമ്മൾ ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാൻ. നോമ്പുള്ള ദിവസമൊന്നും ആരും ചോറൊന്നും ആക്കലുണ്ടാവില്ലല്ലോ. നോമ്പ് കഴിഞ്ഞ് ഫസ്റ്റായിട്ട് ഫുൾ മീല് കഴിക്കുമ്പോഴുള്ള തൃപ്തി ഒന്നും പറയാനില്ല. അത്ര അടിപൊളി മീലായിരുന്നു. നല്ല ലഞ്ച്, സാമ്പാർ, കൂട്ടുകറി, വറവ്, പപ്പടം, പായസം, ഫിഷ് ഫ്രൈ, ചമ്മന്തി, മാങ്ങ വെച്ചൊരു കറിയില്ലേ, അത് മാമ്പഴ പുളിശ്ശേരി, അത് തന്നെ അടിപൊളിയായിരുന്നു. എല്ലാം അടിപൊളി. അങ്ങനെ മക്കളൊക്കെ കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞ് നമ്മൾ ഈവനിങ് അവിടെ നിന്ന് ഇറങ്ങി. നമ്മളിനി മെറീന JBR ആ ഭാഗത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് വെറുതെ എന്തെങ്കിലും പ്രോഗ്രാംസ് ആയിട്ട് ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യുക അങ്ങനെയൊക്കെ വിചാരിച്ച് പോയതാണ്. അപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇനി സമ്മർ വരുന്നതിന് മുമ്പേ നമ്മൾ ഒരു ചെറിയ സ്പ്രിങ് സീസൺ കഴിഞ്ഞ് പോകുന്നതാണ്. നല്ല ക്ലൈമറ്റ്, നല്ലൊരു ചെറിയ തണുപ്പും ചെറിയ മഴൻ്റെ ഒക്കെ ഉള്ളത് കൊണ്ട് അതും ഐസ്ക്രീം പോലെ ഉണ്ട് ക്ലൗഡ്സ് എല്ലാം കാണാൻ. നല്ലൊരു ഈവനിങ് ആയിരുന്നു അതും. അങ്ങനെ പോകുന്ന വഴിക്ക് മെട്രോ, ട്രെയിൻസ്, ദുബായിലെ കുറേ അടിപൊളി സ്പോട്ട് എല്ലാം കവർ ചെയ്ത് നമ്മളിങ്ങനെ പോകും. കാരണം മെറീന എത്തുമ്പോഴത്തേക്കിൽ തന്നെ ഏകദേശം ഒരുമാതിരിപ്പെട്ട എല്ലാ സ്പെഷ്യൽ സ്പോട്ടും കണ്ടിട്ടാണ് നമ്മൾ പോകാൻ. അങ്ങനെ അവിടെ എത്തി. മെറീനയിലുള്ള മെറീന മോളിലേക്കായിരുന്നു പോയത്. അവിടെ ഈദിൻ്റെ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. ഒരു അറബിക് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എത്തുമ്പോഴേക്കും അത് എൻഡായിട്ടുണ്ടായിരുന്നു. നമ്മൾ ലേറ്റായി എന്ന് പറയാം. പിന്നെ നമ്മൾ മോളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. അവിടെയും ഈദിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു.
മോള് നല്ല രസമുണ്ടായിരുന്നു. മെറീന മോള് സ്വതവേ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയാണ്. അധികം റഷൊന്നും ഉണ്ടാകാത്തതുകൊണ്ട് നമ്മൾ പീസ്ഫുള്ളി ആ മോൾ നടന്ന് കണ്ടു. അതിനുശേഷം അതിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത് മെറീന വാക്കിലേക്കാണ്. മെറീന വാക്കിൽ മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റും ചെറിയൊരു വാട്ടർ പൂളും അതിൻ്റെ കൂടെ കുറേ യാച്ചും അങ്ങനെയൊക്കെയായി നല്ല രസമാണ് അവിടെ. അന്നത്തെ സൺസെറ്റ് നമുക്ക് അവിടെ നിന്നാണ് കിട്ടിയത്. അപ്പോൾ നല്ല വ്യൂ ആയിരുന്നു. നല്ല സ്കൈ സ്കേപ്പർ ബിൽഡിങ്സും മൂണൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം റമദാൻ്റെ മൂണായതുകൊണ്ട് ക്രസൻറ്റ് മൂണായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അതും കാണാൻ. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ പ്ലാൻ ചെയ്തു നമുക്ക് യാച്ചിൽ കയറാമെന്ന്. അങ്ങനെ യാച്ചിൻ്റെ ടൈമിംഗ് ഒക്കെ ബുക്ക് ചെയ്തു, നമ്മൾ സെറ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് നേരം അവിടെ കാത്തു നിന്നു. അവിടെ നിന്ന് കുറച്ച് വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നടന്ന് കളിച്ചു. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോയതാണ്. ഒരു ചായ സ്പോട്ടും തപ്പി നടന്നു. മെറീന ബ്രിഡ്ജ് കയറി ഇറങ്ങി കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അത് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് JBR കിട്ടും. JBR പോയാൽ നല്ല വ്യൂ ആണ്. കാരണം ഫുൾ എക്സ്പെൻസീവ് കാർസ്, അടിപൊളി സെറ്റപ്പ്, നല്ല ഭംഗിയാണ് അവിടെ കാണാൻ. പിന്നെ ഈ ഓവർ ബ്രിഡ്ജ് ഉണ്ട് മെറീന JBR കണക്ട് ചെയ്യുന്നത്, അത് നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെ അടിയിലോട്ട് ട്രാമൊക്കെ പോകും. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഏരിയ. എസ്പെഷ്യലി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ദുബായിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്ത എക്സ്പീരിയൻസ് പോലെ ഉണ്ടായിരുന്നു. കാരണം ഫുൾ മാറും. റോഡിൻ്റെ സ്റ്റൈല്, ബിൽഡിങ്ങിൻ്റെ സ്റ്റൈല് എല്ലാം മാറും. ഒരു യൂറോപ്യൻ ടച്ച് വരും ഫുള്ളായിട്ട്. പിന്നെ അവിടെ കൂടുതൽ യൂറോപ്യൻസും അമേരിക്കൻസും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് അവിടെ പോകുമ്പോൾ കാണാനും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഏരിയ ഇത്. പിന്നെ അവിടെ എത്തി. അവിടെ നിന്നൊരു ചായ ഒക്കെ കുടിച്ചു. അവിടെ നിന്ന് ചായ കുടിക്കുമ്പോൾ നല്ല മെയിൻ അട്രാക്ഷനാണ് ഈ ഐൻ ദുബായ്. ഇതിൻ്റെ മേലെ ലൈറ്റ് ഷോയും കൂടി ഉള്ളത് കൊണ്ട് നമ്മളെ ചായ ഡബിളായി എന്ന് പറയാം. കാരണം അവിടെ ഇരുന്ന് ചായ കുടിച്ച് ലൈറ്റ് ഷോ ഒക്കെ കണ്ട് സ്നാക്സൊക്കെ തിന്ന് നല്ല എൻജോയ് ചെയ്ത് അവിടെ നിന്നു. കുറച്ച് പിള്ളേരൊക്കെ നമ്മളവിടെ ഒരു മെറീന വാക്കിൽ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. അവിടെ നമ്മളൊരു ഫ്രണ്ടിനെയും വെച്ച് അവിടെ ഇരുത്തിച്ചിട്ടാണ് നമ്മൾ വന്നത്. മക്കളൊക്കെ അവിടെ നിന്ന് കളിച്ചോളും. നമ്മൾ ഈ മെറീന വാക്ക് JBR ഒക്കെ ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു. പിന്നെ മെയിൻ ഒരു സ്പോട്ടാണ് ഇത്. കാരണം എസ്കലേറ്റർ എൻഡ് ചെയ്യുന്നത് റോഡിലേക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ മൂവീസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ഇവിടെ വന്നപ്പോഴാണ് ഇത് റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. ഇത് ഫസ്റ്റ് ടൈം അല്ല, ഞാൻ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. അപ്പോൾ നല്ലൊരു മെയിൻ അട്രാക്റ്റീവ് സ്പോട്ട് എന്ന് തന്നെ പറയാം. ഇവിടെ ഒരു 10-20 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്താൽ തന്നെ ഒട്ടുമിക്ക ഫേമസ് എക്സ്പെൻസീവ് കാർസ് എല്ലാം മൊത്തം ഇതിലൂടെ പോകുന്ന കാണാൻ പറ്റും. അത് കാണാനായിട്ട് തന്നെ കുറേ ആൾക്കാർ JBRൽ വരാറുണ്ട്. പിന്നെ ഈ ആഡ്സിൻ്റെ ഹോർഡിങ്സും അതിൻ്റെ ഇടയിലൂടെ ഐൻ ദുബായിൻ്റെ ലൈറ്റ് ഷോവും എല്ലാം കണ്ടിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ നിന്നില്ല, കാരണം മക്കൾ അപ്പുറത്തെ സൈഡിലായതുകൊണ്ട് നമ്മൾ വേഗം അവിടെ നിന്ന് റിട്ടേൺ നടന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് വരുമ്പോഴായിരുന്നു ട്രാം നമ്മളെ മുമ്പിലൂടെ പാസ് ചെയ്ത് പോകുന്നത് കണ്ടത്. അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ട്രാം മണി അടിച്ചുകൊണ്ടാണ് പോകാൻ. അപ്പോൾ ട്രാം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ട്രാമാണ് വരുന്നത്. കാരണം അത് റോഡിൻ്റെ നടുക്കൂടെ പോകും. രണ്ട് സൈഡും വണ്ടിയൊക്കെ നിർത്തിയിട്ട് അതിന് പാസ് ചെയ്യാനുള്ള വേ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ നമ്മൾ മക്കളുടെ അടുത്തെത്തി. നമ്മൾ പോകുമ്പോൾ കളിക്കുന്നു. അവരിതുവരെ കളി നിർത്തിയിട്ടില്ല. അവർക്ക് കളിച്ചാലും മതിയാവാത്ത ഒരു സംഭവം പ്ലേ ഏരിയ പോക്ക് തന്നെയായിരിക്കും. കാരണം കുട്ടികൾക്ക് കളിക്കാനല്ലേ ഏറ്റവും ഇൻട്രസ്റ്റ് ഉണ്ടാകും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ടൈം ആയിട്ടുണ്ടായിരുന്നു യാച്ചിലേക്ക് പോകാൻ. അങ്ങനെ നമ്മൾ യാച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തു. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് പ്ലാനിങ് ആയിരുന്നു. നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തതല്ല, അവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. പിന്നെ നമുക്കൊരു ഈദ് ഓഫറും കൂടി ഉള്ളത് കൊണ്ട് നല്ലൊരു ബഡ്ജറ്റീവായിട്ട് തന്നെ നമുക്ക് ഈ യാച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി യാച്ചിൽ റൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ലൊരു യാച്ചായിരുന്നു സത്യം പറഞ്ഞാൽ. ഇതുവരെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. നമ്മൾ ബോട്ടിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ, ബട്ട് ഇന്ത്യയിലും നല്ല എന്താ പറയുക ഒരു ലക്ഷറി ഫീൽ തരുന്ന പോലത്തെ ഒരു റൈഡായിരുന്നു. യാച്ച് നോർമലി രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടല്ല. ഇത് ലോവർ ഡെക്കാണ്. നമ്മൾ നിന്നത് അപ്പർ ഡെക്കിലാണ്. പിന്നെ അതിൻ്റെ ഔട്ടർ സ്കേർട്ടിലും പോയിരുന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു റൈഡായിരുന്നു. കാരണം മെറീന ഭാഗം തന്നെ കവർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഐൻ ദുബായ്, ബ്ലൂ വാട്ടർ ഐലൻഡ് അതൊക്കെ കവർ ചെയ്ത് നല്ല റൈഡിൽ നല്ല എൻജോയ് ചെയ്ത് പോയി വന്നതാണ്. അടിപൊളി റൈഡായിരുന്നു. എസ്പെഷ്യലി ദുബായിൻ്റെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. നല്ല റൈഡും കിട്ടി. നല്ലൊരു ഏരിയ ആയിരുന്നു നമ്മൾ പോയത്. ആ മെറീന ആ ഭാഗം കവർ ചെയ്യാൻ പറ്റിയതുകൊണ്ട് നല്ല വ്യൂവും എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു.
നോർമലി ഈദിൻ്റെ ടൈമിൽ ദുബായിൽ ഫയർ വർക്ക്സ്, ലൈറ്റ് ഷോ, ഡ്രോൺ ഷോസ് ഒക്കെ നടക്കുന്നതാണ്. ബട്ട് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അതുകൊണ്ട് ആ ഷോസൊക്കെ നിർത്തി വെച്ചിട്ടുള്ളത്. ബട്ട് എന്നാലും നമുക്ക് സേഫാണ്. നമ്മളെല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഡെയിലി ലൈഫ് റുട്ടീന് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. എല്ലാവരും വർക്കിന് പോകുന്നുണ്ട്. എല്ലാവരും അവരവർക്ക് വേണ്ടുന്ന കാര്യമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു മഴയും കിട്ടി. എനിക്ക് നാട്ടിലുള്ള പോലത്തെ ഫീലൊക്കെയാണ് മഴ കിട്ടുമ്പോൾ. നല്ല രസമാണ് ദുബായിൽ മഴ പെയ്യുമ്പോൾ. അപ്പോൾ അതും നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വ്ളോഗ് കുറച്ച് ഡിലേ ആയി, എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ വീക്കെൻഡ് ഇങ്ങനെ നല്ല അടിപൊളിയായി ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഉള്ളത് കൊണ്ട് നല്ല എൻജോയ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ റൈഡും അങ്ങനെ തന്നെ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഈദ് വിശേഷങ്ങൾ. പുതിയ ഇതേപോലത്തെ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക. അപ്പോൾ സീ യു. ബൈ.